അടുത്ത നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ടോൾസ്റ്റോയ് ഫാമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗാന്ധിജിയാണ്, മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന ആട്ടോബയോഗ്രഫി ആത്മകഥയിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് നോക്കാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, the father of the nation, was the prominent leader of freedom movement in India. Non-violence was the unique weapon he used. His ideals of non-violence, truth and peace are relevant even today. അപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ പിതാവാണ്. അദ്ദേഹം ആണ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ലീഡർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്ന അഹിംസയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്ന അഹിംസയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം ഇന്നും റെലവൻ്റാണ്, ഇന്നും അതിൻ്റെ ആവശ്യകത ചോരാതെ തന്നെ നിൽപ്പുണ്ട്. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് ടോൾസ്റ്റോയ് ഫാമിനെ കുറിച്ച് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ടോൾസ്റ്റോയ് ഫാം വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യൻസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധി ഇൻ ട്രാൻസ്വാൾ, സൗത്ത് ആഫ്രിക്ക in 1910. It became the headquarters of the campaign of Satyagraha. The farm, 21 miles away from Johannesburg, had been brought by Herman Kallenbach, one of Gandhi's supporters. But both Kallenbach and Gandhi were highly impressed by Tolstoy's writing, so they decided to name the farm after Tolstoy. The inmates of the farm were schooled by Gandhiji himself. അപ്പോൾ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഇന്ത്യൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് പിന്നീട് സത്യാഗ്രഹ അല്ലെങ്കിൽ അഹിംസ, നോൺ വയലൻസ് അതിൻ്റെയൊക്കെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു ആസ്ഥാനമായിട്ട് ഈ ടോൾസ്റ്റോയ് ഫാം പിന്നീട് മാറി. ഈ ടോൾസ്റ്റോയ് ഫാം സ്ഥിതി ചെയ്യുന്നത് ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലെ ഒരു സിറ്റിയാണ്. ജോഹാൻസ്ബർഗിൽ നിന്ന് 21 മൈൽ മാറിയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ഒരു അനുകൂലിയായ ഹെർമൻ കെലൻബാഷ് എന്ന് പറയുന്ന ആളാണ് ഈ ടോൾസ്റ്റോയ് ഫാം വാങ്ങിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും, ഗാന്ധിയും കെലൻബാഷും, ടോൾസ്റ്റോയ് എന്ന് പറയുന്ന റൈറ്റർ ലിയോ ടോൾസ്റ്റോയുടെ വർക്കുകളിൽ ഇംപ്രസ്ഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ടോൾസ്റ്റോയ് ഫാം എന്ന് പേര് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഉള്ള അന്തേവാസികളെല്ലാം ഗാന്ധിജി തന്നെയാണ് പഠിപ്പിച്ചത്. ആ കഥയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. As the farm grew, it was found necessary to make some provision for the education of its boys and girls. There were among the Hindu, Muslim, Parsi and Christian boys and some Hindu girls. It was not possible, and I did not think it necessary, to engage special teachers for them. It was not possible, for qualified Indian teachers were scarce, and even when available, none would be ready to go to a place 21 miles distant from Johannesburg on a small salary. Also, we were certainly not overflowing with money, and I did not think it necessary to import teachers from outside the farm. I did not believe in the existing system of education, and I had a mind to find out by experience and experiment the true system. Only this much I know, that under ideal conditions, true education could be imparted only by parents, and that then there should be the minimum of outside help. That Tolstoy farm was a family in which I occupied the place of the father, and that I should so far possible shoulder responsibility for training of the young. അപ്പോൾ ഇനി നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഈ ഫാം വളരുന്നതിനനുസരിച്ച് അവിടെയുള്ള അന്തേവാസികളായ കുട്ടികൾക്ക്, ബോയ്സിനും ഗേൾസിനും വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ആവശ്യകത ഉയർന്നു വന്നു. അപ്പോൾ ആ ഫാമിലെ കുട്ടികളെന്ന് പറയുമ്പോൾ ഹിന്ദു, മുസൽമാൻ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ബോയ്സും അതുമാത്രമല്ല കുറച്ച് ഹിന്ദു ഗേൾസും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ വെച്ച് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യകത ഉണ്ടെന്നും തോന്നുന്നില്ല. കാരണം അവിടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയ ഇന്ത്യൻ ടീച്ചേഴ്സ് കുറവായിരുന്നു. അപ്പോൾ അവൈലബിൾ ആയാൽ തന്നെയും അവർ ഈ ചെറിയ സാലറിക്ക് ജോഹാൻസ്ബർഗിൽ നിന്ന് 21 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് വരുമെന്ന് കരുതാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒരു കുറച്ച് നല്ല സാലറിയിൽ ആൾക്കാരെ കൊണ്ടുവരിക്കാൻ വേണ്ടി അത്രയ്ക്കും പൈസയും അല്ലെങ്കിൽ അത്രയ്ക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഈ ടോൾസ്റ്റോയ് ഫാമിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗാന്ധിജി ഇതൊന്നും ചെയ്യാത്തതിൻ്റെ വേറൊരു റീസൺ കൂടെ ഉണ്ട്. അന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ
ഗാന്ധിജിക്ക് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ പാരൻസിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നാണ് കിട്ടേണ്ടതെന്നായിരുന്നു ഗാന്ധിജിയുടെ ഒപ്പീനിയൻ. അപ്പോൾ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത് ഒരു ഫാമിലി തന്നെയായിരുന്നു. ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു. ആ ഫാമിൽ ഫാദറിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനമായിരുന്നു ഗാന്ധിജിക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറി ആ യങ് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുക എന്നുള്ളത്. ദ കൺസെപ്ഷൻ നോ ഡൗട്ട് വാസ് നോട്ട് വിതൗട്ട് ഇറ്റ് ഫ്ലോസ്. ഓൾ ദ യങ് പീപ്പിൾ ഹാഡ് നോട്ട് ബീൻ വിത്ത് മീ സിൻസ് ദെയർ ചൈൽഡ്ഹുഡ്. They had been brought up in different conditions and environments, and they did not belong to the same religion. How could I do full justice to the young people, the circumstance, even if I assumed the place of pater families? അപ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ അവിടെ വന്ന യങ്ങായിട്ടുള്ള അന്തേവാസികൾ അല്ലെങ്കിൽ കുട്ടികളൊന്നും അവരുടെ അല്ലെങ്കിൽ അവരുടെ കൊച്ചുനാൾ മുതലേ ഇവിടെ ഉണ്ടായിരുന്നവരല്ല. അവർ പല പല ചുറ്റുപാടിൽ നിന്നും പല പല കണ്ടീഷനിൽ നിന്നും എൻവയോൺമെൻറ്റിൽ നിന്നും ഒക്കെ വന്നവരാണ്. അവർ പലവരും പല റിലീജിയനിൽപ്പെട്ട ആൾക്കാരുമാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നീതി പുലർത്തി എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു വേറെ പ്രശ്നം. But I had always given the first place to the culture of the herd for building of character. And as I felt confident that moral training could be given to all alike, no matter how different their ages and their upbringings, I decided to live amongst them all the 24 hours of the day as their father. I regarded character building as the proper foundation for their education, and if the foundation was firmly laid, I was sure that the children could learn all other things themselves or with the assistance of friends. അപ്പോൾ ആദ്യം ഗാന്ധി പ്രോമിനൻസ് കൊടുത്തത് അവരുടെ ക്യാരക്ടർ ബിൽഡിങ്ങിനാണ്. അതായത് അവരുടെ സ്വഭാവ രൂപീകരണത്തിനാണ് ആദ്യത്തെ പ്രോമിനൻസ് കൊടുത്തത്. അവർക്കുള്ള മോറൽ ട്രെയിനിങ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്ത് ശരിയാണ് തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഗാന്ധി ആദ്യം ശ്രമിച്ചത്. അപ്പോൾ ഈ മോറൽ ട്രെയിനിങ്സ് അവരുടെ ഏജോ അവരുടെ വളർന്ന സാഹചര്യമോ ഒന്നും നോക്കാതെയാണ് കൊടുക്കാൻ പറ്റുന്നത്. അവരുടെ കൂടെ 24 മണിക്കൂറും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആണ് ഗാന്ധിജി ഇവർക്ക് ഈ മോറൽ ട്രെയിനിങ്ങും ക്യാരക്ടർ ബിൽഡിങ്ങും അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വഭാവ രൂപീകരണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇത് ഒരാളുടെ ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരാളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത്രയ്ക്കും ബേസിക് ആയ കാര്യമാണ്, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അതിനുശേഷം അവർക്ക് പഠിക്കേണ്ട ബാക്കിയെല്ലാം അവർക്ക് സ്വയമേവ പഠിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാനോ സാധിക്കും. But as I fully appreciated the necessity of a literary training in addition, I started some classes with the help of Mr. Kallenbach and Praji Desai. Nor did I underrate the building up of the body. This they got in the course of their daily routine. For there were no servants on the farm, and all the work from cooking down to scavenging was done by the inmates. There were many fruit trees to be looked after and enough gardening to be done as well. Mr. Kallenbach was fond of gardening and had gained some experience for this work in one of the governmental model gardens. It was obligatory on all, young and old, who were not engaged in the kitchen to give some time to gardening. The children had the lion's share of this work, which included digging pits, felling timber and lifting loads. This gave them ample exercise. They took delight in the work, and so they did not generally need any other exercise or games. Of course, some of them, and sometimes all of them, malingate and shrink. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ലിറ്റററി ട്രെയിനിങ് അല്ലെങ്കിൽ സാഹിത്യപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുക്സും വർക്ക്സും ഒക്കെ പഠിപ്പിച്ച് കൊടുക്കേണ്ടതും അത്യാവശ്യമായിട്ട് വന്നു. അതിന് പ്രധാനമായിട്ടും ഗാന്ധി രണ്ടുപേരുടെ സഹായങ്ങളാണ് തേടിയിരുന്നത്, മിസ്റ്റർ കലൻബാഷും പ്രാചി ദേശായി. അപ്പോൾ മിസ്റ്റർ കലൻബാഷ് എന്ന് പറയുമ്പോൾ അദ്ദേഹമായിരുന്നു ആ ഫാർമിൻ്റെ ഓണർ. അവിടെ കുറേ ഇൻമേറ്റ്സ് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാ ജോലികളും ചെയ്തിരുന്നത് ഇൻമേറ്റ്സ് തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് സെർവൻസോ മറ്റോ ഒന്നും
വയ്ക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യാത്തവരെല്ലാം ഗാർഡനിങ് ചെയ്യേണ്ടായിരുന്നു. കിച്ചണിൽ വർക്ക് ചെയ്യാത്തവരെല്ലാം കമ്പൽസറി ആയിട്ട് ഗാർഡനിങ്ങിൽ ഹെൽപ്പ് ചെയ്യേണ്ടിയിരുന്നു. കാരണം ഇതൊരു ഫാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രൂട്ട് ട്രീസ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യേണ്ടായിരുന്നു. മിസ്റ്റർ കലൻബാഷ് എന്ന് പറയുന്നത് ഗാർഡനിങ് അല്ലെങ്കിൽ ഇങ്ങനെ കൃഷിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഫോണ്ടായിട്ടുള്ള ഇത്രയ്ക്കും താല്പര്യം പ്രകടിപ്പിച്ച ഒരാളായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ്റൽ മോഡൽ ഗാർഡൻസ് എന്നൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അവിടെ ഈ ഗാർഡനിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന കുട്ടികളായിരുന്നു. അവരായിരുന്നു ഈ കുഴികളെടുക്കുക, കാര്യങ്ങൾ നിറയ്ക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഗെയിംസിൻ്റെയോ എക്സസൈസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഈ ജോലികൾ തന്നെ അവർക്ക് ഒരു എക്സസൈസ് ആയിരുന്നു. Sometimes I connived at their pranks, but often I was strict with them. I dare say they did not like the strictness, but I do not recollect their having resisted it. Whenever I was strict, I would by argument convince them that it was not right to play with one's work. The conviction would however be short-lived. The next moment they would again leave their work and go to play. All the same, we got along, and at any rate they built up fine physiques. There was scarcely any illness on the farm, though it must be said that good air and water and regular hours of food were not a little responsible for this. അപ്പോൾ ചില സമയങ്ങളിൽ ഈ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോഴെല്ലാം ഈ സ്ട്രിക്ട്നെസ് അല്ലെങ്കിൽ ഈ ഗാന്ധി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിമിഷ നേരത്തേക്ക് മാത്രമാണ് നിലനിൽക്കുക. കാരണം സ്ട്രിക്റ്റ് ആയാലും വീണ്ടും കുട്ടികളാണ്, അവർ വീണ്ടും അതിലേക്ക് തന്നെ പോകും. ചില സമയത്ത് വർക്കുകളൊക്കെ ഉപേക്ഷിച്ച് പ്ലേ ചെയ്യാൻ കളിക്കാൻ പോകും. പക്ഷേ എന്തൊക്കെ ചെയ്താലും അവസാനം അവർക്ക് വേണ്ടിയിരുന്നത് ഗുഡ് ഫിസിക്കാണ്, നല്ല ഒരു ശരീരമായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഫാമിൽ അങ്ങനെ അധികം അസുഖങ്ങളും വരാറില്ലായിരുന്നു. ഈ വർക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നല്ല വാട്ടറും എയറും പിന്നെ റെഗുലറായിട്ടുള്ള ഫുഡും കിട്ടുന്നുണ്ട്. അങ്ങനെ അസുഖങ്ങളൊന്നും ആ ഫാമിൽ വരാറില്ലായിരുന്നു. A word about occasional training. It was my intention to teach every one of the youngsters some useful manual vocation. For this purpose, Mr. Kallenbach went to a Trappist monastery and returned having learned shoemaking. I learned it from him and taught the art to such as were ready to take it up. Mr. Kallenbach had some experience of carpentry, and there was another inmate who knew it. So we had a small class in carpentry, cooking. Almost all the youngsters know. അപ്പോൾ അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജോലി സംബന്ധമായ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളും പഠിപ്പിച്ച് കൊടുക്കേണ്ട സാഹചര്യമായി. അപ്പോൾ മിസ്റ്റർ കലാൻബാഷ് ഒരു മൊണാസ്ട്രി പോയി, ട്രാപ്പിസ്റ്റ് മൊണാസ്ട്രി പോയി ഷൂ മേക്കിംഗ്, ചെരുപ്പ് നിർമ്മാണത്തിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം അത് ഗാന്ധിജിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ഇത് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ക്ലാസ് എടുത്തു കൊടുത്തു. അതുപോലെ കലൻബാഷിന് ഈ കാർപ്പൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട പണികളിലെല്ലാം കുറച്ച് നോളജൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവിടെയുള്ളൊരു ഇൻമേറ്റിനും അവിടെയുള്ളൊരു അന്തേവാസിക്കും ഇതിനെ പറ്റിയുള്ള അറിവുകളുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് കുട്ടികൾക്ക് കാർപ്പൻറ്ററിനെ കുറിച്ചും കുക്കിങ്ങിനെ കുറിച്ചും അങ്ങനെയുള്ള ജീവിക്കാൻ പറ്റുന്ന ജോലികളെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു കൊടുത്തു. All this was new to them. They had never even dreamed that they would have to learn these things someday. For generally, the only training that Indian children received in South Africa was in the 3 R's. അപ്പോൾ ഇതെല്ലാം ഈ ഇന്ത്യൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമായിരുന്നു. അവരെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യങ്ങൾ പഠിക്കേണ്ടി വരുമെന്നോ ഇങ്ങനെയുള്ള ഒരു ലൈഫ് ഉണ്ടാവേണ്ടി വരുമെന്നോ അവർ ചിന്തിച്ചിട്ടില്ല. അവർക്കെല്ലാം ആ സൗത്ത് ആഫ്രിക്ക അറിയാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ 3 R'സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയത് 3 R'സിൽ നിന്ന് മാത്രമാണ്. On Tolstoy farm, we made it a rule that the youngsters should not be asked to do what the teachers did not do, and therefore when they are asked to do any work, there was always a teacher cooperating and actually working with them. Hence whatever the youngsters did, they learned cheerfully. അപ്പോൾ ഈ ടോൾസ്റ്റോയ് ഫാമിൽ ഒരു നിയമം ഉണ്ടായിരുന്നു, ഒരു റൂൾ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അടുത്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ടീച്ചർമാർ ചെയ്യാതിരിക്കരുത്. അതായത് കുട്ടികളുടെ അടുത്തൊരു വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ടീച്ചറും ആ വർക്കിൽ ഏർപ്പെടണം.
അപ്പോൾ ഈ അവരെന്തൊക്കെ പഠിച്ചാലും, ഇങ്ങനെ ഒരു നിയമം വന്ന വഴി അവരെന്തൊക്കെ പഠിച്ചാലും അതവർ സന്തോഷത്തോടു കൂടി കുട്ടികൾ പഠിക്കാൻ ആരംഭിച്ചു. അതായത് കുട്ടികൾ ചെയ്യുന്ന തന്നെ ആ ടീച്ചർമാരും ചെയ്യണം കൂടെ. അതായിരുന്നു അവിടുത്തെ നിയമം. ഇതാണ് നമ്മുടെ ചാപ്റ്റർ ടോൾസ്റ്റോയ് ഫോം. താങ്ക് യു.